എന്താണ് ജിബ്രീലേ ഇവരിങ്ങനെ ശിക്ഷിക്കപ്പെടാൻ കാരണം? അപ്പ പറഞ്ഞു, നബിയേ, ആ കാണുന്ന പുരുഷന്മാരുണ്ടല്ലോ, അവരതാ സ്വന്തം ഭാര്യമാരുണ്ടായിട്ട് പോലും അന്യ പെണ്ണിനോട് മൊബൈലിൽ സംസാരിച്ചവനാണ്. അങ്ങനെയാണല്ലോ മരിച്ച വീട്ടിൽ പോകണം. മരിച്ച വീട്ടിൽ പോയിട്ട് അവരെ സമാധാനിപ്പിക്കണം. ഉദാഹരണം പറയാം, ഭർത്താവ് മരണപ്പെട്ടാൽ ആ ഭർത്താവിന്റെ ഭാര്യന്റെ അടുത്ത് പോയി തഅസിയത്ത്, അനുശോചനം പറയണോ, അവരെ ഒന്ന് സമാധാനിപ്പിക്കണോ. എങ്ങനെയാ സമാധാനിപ്പിക്കേണ്ടത്? താത്ത വിഷമിക്കല്ല, ഉമ്മ വിഷമിക്കല്ല, അവരിങ്ങ് മരിച്ചിരിക്കുകയാണ്, നമുക്കും പോകാനുണ്ടല്ലോ, ഇനി നിങ്ങൾ അവരെ പരലോക വിജയത്തിന് ദുആ ചെയ്തോളൂ. അല്ലാതെ ചില സ്ഥലങ്ങളിൽ ഒരു സ്വഭാവമുണ്ട്. ഞാൻ എന്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരിൽ നല്ലവരായ ഈമാനുള്ള ഉമ്മമാരോട് ഞാൻ പറയട്ടെ, സഹോദരിമാരോട് പറയട്ടെ, നിങ്ങളുടെ കണ്ണവത്ത് ഒരു വീട്ടിൽ ഒരു മരണമുണ്ടായാൽ അതൊരു അന്യ പുരുഷന്റെ മരണമാണെങ്കിൽ ആ അന്യ പുരുഷന്റെ മയ്യത്ത് കാണാൻ കണ്ണവത്തുള്ള ഉമ്മമാരെ, കണ്ണവത്തുള്ള സഹോദരിമാരെ കാണാൻ പോകുന്നത് കടുത്ത ഹറാമാണ്, തെറ്റാണ്, കുറ്റകരമാണ്. ഇതെത്ര വേള് പറഞ്ഞാലും ചില ഉമ്മമാർക്ക് മനസ്സിലാകത്തില്ല. ഇപ്പൊ ഈ അടുത്ത് ഒരു ഉമ്മ ഒരു അന്യ പുരുഷന്റെ മയ്യത്ത് കാണാൻ പോയി. അപ്പൊ ചോദ്യം ചെയ്തപ്പോൾ ആ ഉമ്മാന്റെ ന്യായം എന്തറിയോ? മൊയ്ലിയാരെ, ഞാൻ എപ്പോഴും എവിടേക്ക് പോവാണെങ്കിലും അയാളെ ഓട്ടോ വിളിച്ചിട്ടാ ഞാൻ പോവാ, അത്രയും ഒരു അടുപ്പായിരുന്നു. അതേ സമയത്ത് അയാളങ്ങ് മരിച്ചപ്പോ ഞാൻ അയാളെ ഒന്ന് അവസാനമായി ഒന്ന് കാണാൻ പോയില്ലെങ്കിൽ ഞാനൊരു നന്ദിയുള്ളവളാകണ്ടേ മൊയ്ലിയാരെ? അങ്ങനെ ഒരു നന്ദി വേണ്ട, അങ്ങനെ ഒരു നന്ദി വേണ്ട, പാടില്ല. അന്യ പുരുഷന്റെ മയ്യത്ത് അന്യ പെണ്ണ് കണ്ടുകൂടാ, അന്യ പെണ്ണിന്റെ മയ്യത്ത് അന്യ പുരുഷനും കണ്ടുകൂടാ. ഇടയ്ക്ക് വെച്ച് ഞാനൊരു കാര്യം വളരെ ഗൗരവത്തിൽ പറയട്ടെ. ചില നാടുകളിൽ ഒരു പ്രവണതയുണ്ട്, സ്വന്തം ഭർത്താവുണ്ടായിട്ട് പോലും കണ്ടുകിട്ടിയവന്റെ കൂടെ രസിക്കുന്ന ചില സ്ത്രീകളുണ്ട്. ഞാൻ ഇവിടെയുള്ള ഉമ്മമാരെ കുറിച്ചല്ല പറയുന്നത്, അവരൊക്കെ നല്ല ഉമ്മമാരാണ്. അതേ സമയത്ത് ചില സ്ഥലങ്ങളിൽ സ്വന്തം ഭർത്താക്കന്മാരുണ്ടായിട്ട് പോലും അന്യ പെണ്ണിന്റെ ഭർത്താവിന്റെ കൂടെ സല്ലപിക്കുന്ന ചില സ്ത്രീകളുണ്ട്. വേറെ ചില പുരുഷന്മാരുണ്ട്, വീട്ടിൽ നല്ല സുന്ദരിയായ അല്ലാഹു ഇവന് വിധിച്ചിട്ടുള്ള സ്വന്തം ഭാര്യ വീട്ടിലുണ്ടായിട്ടു തൊട്ടപ്പുറത്തുള്ള മറ്റൊരുത്തന്റെ ഭാര്യന്റെ കൂടെ രസിക്കാൻ പോകുന്ന ചില കുരുത്തം കെട്ടവരായ ചെറുപ്പക്കാരുണ്ട്, പുരുഷന്മാരുണ്ട്. മോനെ, എന്റെ സംസാരം കേൾക്കുന്ന ഉമ്മ, പെങ്ങളെ, സ്വന്തം ഭർത്താവുണ്ടായിട്ട് മറ്റൊരുത്തന്റെ കൂടെ രസിക്കുന്നവളാണോ നീ? ഓ ചെറുപ്പക്കാരാ, പുരുഷന്മാരെ, സ്വന്തം ഭാര്യ ഉണ്ടായിട്ട് മറ്റൊരുത്തിന്റെ കൂടെ സല്ലപിക്കുന്നവരാണോ നീ? എന്നാൽ നിനക്ക് നാളെ അള്ളാന്റെ കോടതിയിൽ കിട്ടാൻ പോകുന്ന ശിക്ഷ എന്താണെന്നറിയോ? കേട്ടിട്ടില്ലേ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജ് യാത്രക്ക് പോയപ്പോ, ചരിത്ര ബഹുലമായ യാത്രയാണ്. ആ മിഅ്റാജ് യാത്രയിൽ പോയപ്പോ അവിടെ ഒരു ഭാഗത്ത് ചില പുരുഷന്മാർ വ്യത്യസ്തമായി ശിക്ഷിക്കപ്പെടുകയാണ്, ചില സ്ത്രീകൾ വിഭിന്നമായി ശിക്ഷിക്കപ്പെടുകയാണ്. എങ്ങനെയാണ് അവരെ ശിക്ഷിക്കപ്പെടുന്നത്? അവരുടെ നേർ മുന്നില് 2 പാത്രങ്ങളുണ്ട്. ഒരു പാത്രത്തിൽ ഇറച്ചിയാണ്, മറ്റൊരു പാത്രത്തിലും ഇറച്ചിയാണ്, മാംസങ്ങളാണ്. പക്ഷേ ഒരു പാത്രത്തിൽ നല്ല ഇറച്ചിയാണ്, മറ്റൊരു പാത്രത്തിലോ കേടായ ഇറച്ചിയാണ്.
ചീഞ്ഞു നാറുന്ന ഇറച്ചിയാണ്. പക്ഷേ സാധാരണഗതിയിൽ നമ്മുടെ മുന്നിൽ അതുപോലെ 2 പാത്രത്തിൽ ഇറച്ചി കൊണ്ടുവന്ന് വെച്ചാൽ നാം എന്താണ് ചെയ്യാറുള്ളത്? നല്ല ഇറച്ചിയുള്ള പാത്രത്തിലല്ലേ കൈയിടാറുള്ളത്. അതേ സമയത്ത് ആ ചെറുപ്പക്കാരും യുവതികളും അവിടെ വെച്ച് ചെയ്യുന്നത് എന്താണെന്നറിയോ? നല്ല ഇറച്ചിയുള്ള പാത്രം മാറ്റിവെക്കുന്നു. ചീഞ്ഞു നാറുന്ന കേടായ ഇറച്ചിയില്ലേ, ആ ഇറച്ചിയുള്ള പാത്രത്തിലങ്ങ് കൈയിടുന്നു. എന്നിട്ടതാ അതങ്ങെടുത്ത് കഴിക്കുന്നു. ആ കഴിക്കുന്ന രംഗം കണ്ടപ്പോ ചോദിച്ചുപോയി. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, മൻ ഹൗലായി യാ ജിബ്രീൽ, ഇതാരാണ് ജിബ്രീലേ? ഇങ്ങനെ ശിക്ഷിക്കപ്പെടുന്നവരാരാണ് ജിബ്രീലേ? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞ മറുപടി എന്താണ്? ഹൗലായി മിൻ ഉമ്മത്തിക യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ ഇത് മറ്റാരുമല്ല അവിടത്തെ ഉമ്മത്തീങ്ങളിൽ പെട്ട ചെറുപ്പക്കാരാണ്, അവിടത്തെ ഉമ്മത്തീങ്ങളിൽ പെട്ട യുവതികളാണ്. എന്താണ് ജിബ്രീലേ ഇവരിങ്ങനെ ശിക്ഷിക്കപ്പെടാൻ കാരണം? അപ്പ പറഞ്ഞു, നബിയേ, ആ കാണുന്ന പുരുഷന്മാരുണ്ടല്ലോ അവരതാ സ്വന്തം ഭാര്യമാരുണ്ടായിട്ട് പോലും അന്യ പെണ്ണിനോട് മൊബൈലിൽ സംസാരിച്ചവനാണ്, അന്യ പെണ്ണിനോട് വാട്സപ്പിലൂടെ ചാറ്റിംഗ് ചെയ്തവനാണ്, അന്യ പെണ്ണിന്റെ അതേ ഫേസ്ബുക്ക് പേജിൽ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചവനാണ്. എന്നാൽ നബിയെ ഇപ്പുറത്ത് കാണുന്ന സ്ത്രീകളില്ലേ, അതാരാണെന്നറിയോ? അവരെ ഇങ്ങനെ ശിക്ഷിക്കപ്പെടാൻ കാരണം എന്താണെന്നറിയോ? ഓ നബിയേ, സ്വന്തം ഭർത്താക്കന്മാരുണ്ടായിട്ട് പോലും അന്യ പുരുഷന്മാരോട് മൊബൈലിൽ സംസാരിച്ചവരാണ്, അന്യ പുരുഷന്മാരോട് വാട്സപ്പിൽ ചാറ്റിംഗ് ചെയ്തവരാണ്, അന്യ പുരുഷന്മാർക്ക് ഫേസ്ബുക്കിൽ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചവരാണ്. അതുകൊണ്ട് ഹലാലുണ്ടായിട്ട് നല്ലതുണ്ടായിട്ട് ചീത്തയായതിലേക്ക് പോയവരാണ്. അതുകൊണ്ട് ഇവിടെ ശിക്ഷിക്കപ്പെടുകയാണ്. നല്ല ഇറച്ചിയുള്ള പാത്രമുണ്ടായിട്ടും ചീത്തയായ ഇറച്ചിയുള്ള പാത്രത്തിൽ കൈയിട്ട് ആ ഇറച്ചി തിന്നുന്നു, ആ ഇറച്ചി കഴിക്കുന്നു. വളരെ ശ്രദ്ധിക്കണം, അത് വലിയ തെറ്റാണ്. ഇരിക്കട്ടെ, ഞാനത് സാന്ദർഭികമായി പറഞ്ഞതാണ്.